മുണ്ടേരി പഞ്ചായത്ത് യു.ഡി.എഫിന് ശക്തമായ അടിത്തറയുള്ള പഞ്ചായത്താണെന്നും എൽ.ഡി.എഫിന് അവിടെ ഉണ്ടായ പരാജയം നേതൃത്വത്തിനെതിരെ പാർട്ടി തിരിഞ്ഞതുകൊണ്ടാണെന്ന പ്രചരണം അസംബന്ധമാണെന്നും എൽ.ഡി.എഫ് ജില്ലാ കൺവീനർ എൻ ചന്ദ്രൻ. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പ്രശ്നവും അവിടെയില്ല. അനീഷ കെ രാഗേഷിന്റെ ബന്ധുവായതുകൊണ്ട് തോൽപ്പിച്ചതല്ല. ആ വാർഡിൽ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും എൽ.ഡി.എഫിന് കിട്ടിയതിനേക്കാൾ വോട്ട് അനീഷയ്ക്ക് ലഭിച്ചതായും എൻ ചന്ദ്രൻ പറഞ്ഞു. മുണ്ടേരി പഞ്ചായത്ത് യു.ഡി.എഫിന് നല്ല അടിത്തറയുള്ള പഞ്ചായത്താണ്. കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ എൽ.ഡി.എഫ് ജയിക്കുമ്പോൾ പോലും മുണ്ടേരി പഞ്ചായത്തിൽ നിന്ന് 300 വോട്ടിന്റെ മാത്രം ലീഡാണ് എൽ.ഡി.എഫിന് കിട്ടാറുള്ളത്. വലിയ വിജയം ഒരിക്കലും മുണ്ടേരി പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല. 13 സീറ്റാണ് ഇത്തവണ പ്രതീക്ഷിച്ചത്. 2 സീറ്റ് അപ്രതീക്ഷിതമായി തോറ്റു. അത് എങ്ങനെയെന്ന് പരിശോധിക്കുമെന്നും എൽ.ഡി.എഫ് ജില്ലാ കൺവീനർ എൻ ചന്ദ്രൻ പറഞ്ഞു. ഇത്തവണ നമ്മൾ യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചത് ഒരു 13 സീറ്റ് കിട്ടുമെന്ന്. 2 സീറ്റ് നമ്മൾ പ്രതീക്ഷിച്ചത് പോയിട്ടുണ്ട്. അതെന്തുകൊണ്ട് എന്നുള്ളത് അവിടെ ഞങ്ങൾ പരിശോധിക്കുകയും ചെയ്യും. അതിന് പല ഘടകങ്ങളുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ അപാകതയാണെന്ന് ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങൾ നിർത്തിയെല്ലാം മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ. അതുകൊണ്ട് അവിടെ പരാജയപ്പെട്ടു എന്നുള്ളൊരു അഭിപ്രായമേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ ആ 2 സീറ്റ് നമ്മൾ ജയിക്കേണ്ടതായിരുന്നു, ജയിക്കാൻ സാധിക്കുമായിരുന്നു. മുണ്ടേരി പഞ്ചായത്തിൽ ചില മേഖലകളിൽ ന്യൂനപക്ഷ വോട്ട് ഏകീകരണത്തിന് ലീഗ് ശ്രമം നടത്തി. CPM ജില്ലാ സെക്രട്ടറി കെ രാഗേഷിന്റെ 9ാം വാർഡ് യു.ഡി.എഫിന് മേൽക്കൈ ഉള്ളതാണ്. അവിടെ കെ രാഗേഷിന്റെ സഹോദരി ഭാര്യയായ അനിഷയെ സ്ഥാനാർത്ഥിയാക്കിയതുകൊണ്ട് തോറ്റു എന്ന് പറയുന്നതിൽ കഴമ്പില്ല. ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് അനിഷയ്ക്ക് ആ വാർഡിൽ കിട്ടിയിട്ടുണ്ടെന്നും എൻ ചന്ദ്രൻ പറഞ്ഞു. ആ വാർഡ് 9ാം വാർഡ് യു.ഡി.എഫിൻ്റെ ശക്തമായ രാഷ്ട്രീയ അടിത്തറയും മേൽക്കൈയുമുള്ളതാണ്. അത് മനസ്സിലാവണമെങ്കിൽ ആ വാർഡിൽ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് യു.ഡി.എഫിൻ്റെയും എൽ.ഡി.എഫിനും കിട്ടിയ വോട്ട് നോക്കിയാൽ മതി. ജില്ലാ പഞ്ചായത്തിൽ യു.ഡി.എഫിന് കിട്ടിയത് 745 വോട്ടാണ്. ബ്ലോക്കിൽ അവർക്ക് കിട്ടിയത് 763 വോട്ടാണ്. എന്നാൽ എൽ.ഡി.എഫിന് ബ്ലോക്ക് കിട്ടിയത് 466, ജില്ലക്ക് 499. അതായത് 1660 വോട്ടാണ് അവിടെയുള്ളത്. ആ വോട്ടിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ടെന്ന് പറയുന്ന ഒരു 450-നും 500-നും ഇടയിൽ മാത്രമാണ്. ബാക്കി 1000, 1200 വോട്ട് യു.ഡി.എഫിൻ്റേതായിട്ടുള്ള മണ്ഡലമാണ്, വാർഡാണ്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ആക്ഷേപിച്ച ഈ വാർഡ് ശക്തമായ യു.ഡി.എഫ് അടിത്തറയുള്ളതാണ്. കാരണം രാഷ്ട്രീയ വോട്ട് തന്നെ നോക്കിയാൽ മതിയല്ലോ. ജില്ലാ പഞ്ചായത്തും ബ്ലോക്കിലൊക്കെ ആണല്ലോ രാഷ്ട്രീയ വോട്ടായിട്ട് നമ്മൾ കാണും. ആ വാർഡിൽ CPM വോട്ട് ചെയ്ത് തോപ്പിച്ചു എന്നാണല്ലോ പറയുന്നത്. ആ വാർഡിൽ ഇടതുപക്ഷത്തിൻ്റെ ബ്ലോക്ക് ജില്ലാ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയതിനേക്കാൾ 80-85 വോട്ട് അനീഷയ്ക്ക്, അതായത് കെ രാഗേഷിൻ്റെ ബന്ധുവിന് കൂടുതലാണ് കിട്ടിയത്. നേരത്തെ എൽ.ഡി.എഫ് ജയിച്ചു വന്ന ആ വാർഡിന്റെ ഘടന മാറി. എൽ.ഡി.എഫ് ജയിക്കാറുള്ളതും നേരിയ വോട്ടിനായിരുന്നു. വളരെ മികച്ച രീതിയിലാണ് മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രവർത്തനം നടക്കുന്നത്. കെ രാഗേഷ് MP ആയിരുന്നപ്പോൾ നടത്തിയ പ്രവർത്തനങ്ങളാണ് ആ വിദ്യാലയത്തെ ആകെ മാറ്റിയത്. മുദ്ര പദ്ധതി വഴിയാണ് ആ സ്കൂളിന് എല്ലാ നേട്ടങ്ങളും ഉണ്ടായിട്ടുള്ളത്. മുസ്ലിം ലീഗ് നേതാവിന്റെ സ്കൂളിനടക്കം മുദ്ര പദ്ധതിയിൽ നിന്നും സഹായം ലഭിച്ചിട്ടുണ്ടെന്നും അതും അഴിമതിയാണോ എന്ന് UDF പറയുമോ എന്നും എൻ ചന്ദ്രൻ ചോദിച്ചു. കെ രാഗേഷ് ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണത്തിൽ വിജിലൻസ് പിറകെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാണ് കോൺഗ്രസും ലീഗും മുണ്ടേരി സ്കൂൾ വിഷയത്തിലടക്കം തെറ്റായ പ്രചരണം നടത്തുന്നതെന്നും കെ രാഗേഷിന്റെ രോമത്തിൽ തൊടാൻ പോലും ഇവർക്കാവില്ലെന്നും എൻ ചന്ദ്രൻ പറഞ്ഞു. സ്കൂളിന്റെ അഭിവൃദ്ധി തടയാൻ ശ്രമിച്ചാൽ നാട് ഒറ്റക്കെട്ടായി അതിനെ ചെറുക്കുമെന്നും എൻ ചന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.